കേസിൽ മുഖ്യപ്രതിയായ 13-കാരിക്ക് CWCയുടെ നേതൃത്വത്തിൽ കൗൺസിലിംഗ് തുടങ്ങി. കൊല്ലപ്പെട്ട ശിവൻകുട്ടിക്കെതിരെ ഉന്നയിച്ച ആരോപണങ്ങൾ ഒന്നും കൗൺസിലിംഗിൽ കുട്ടി പറഞ്ഞില്ല എന്നത് ശ്രദ്ധേയമായി. മുത്തച്ഛൻ ബാറ്റച്ച് ചെയ്തു എന്നായിരുന്നു കുട്ടി പോലീസിനോട് പറഞ്ഞത്. തന്നോട് മോശം പെരുമാറ്റം നടത്തിയ വിവരം അച്ഛൻ അറിഞ്ഞാൽ മുത്തച്ഛനെ കൊലപ്പെടുത്തുമെന്നായിരുന്നു പോലീസിനോട് പിടിക്കപ്പെട്ട വേളയിൽ പെൺകുട്ടി പറഞ്ഞത്. വിവരങ്ങളുമായി ആലപ്പുഴയിൽ നിന്ന് ശരണ്യ സ്നേഹജൻ ചേരുന്നുണ്ട്. ശരണ്യ, എന്തായാലും ആ പെൺകുട്ടി, ഈ 13-കാരി പോലീസിനോട് പറഞ്ഞ മൊഴികളെല്ലാം നുണയായിരുന്നു എന്ന് പോലീസിന് പോലും തുടക്കത്തിൽ ചില സംശയം തോന്നിയതാണ്. കാരണം പല രീതിയിലുള്ള കെട്ടുകഥകളും ഈ കേസുമായി ബന്ധപ്പെട്ട് 13-കാരി പറഞ്ഞിരുന്നല്ലോ. അതിലൊന്ന് മുത്തച്ഛൻ ബാഡ് ടച്ച് ചെയ്തു, രണ്ടാമത്തേത് അച്ഛൻ ഒരുപക്ഷെ കൊലപ്പെടുത്ത അച്ഛനിലേക്ക്, കേസിൻ്റെ അന്വേഷണം അച്ഛനിലേക്ക് വഴിതിരിച്ചുവിടാനുള്ള ചില ശ്രമങ്ങൾ പോലും ഈ പെൺകുട്ടിയുടെ ഭാഗത്തുനിന്ന് ഉണ്ടാകുന്നു. പക്ഷേ ഈ കൗൺസിലിങ്ങിൽ, CWC നടത്തിയ കൗൺസിലിങ്ങിൽ ഇതെല്ലാം നുണയായിരുന്നുവെന്ന് വ്യക്തമായിട്ടുണ്ടോ? എന്താണ് ഈ പെൺകുട്ടി വെളിപ്പെടുത്തിയിരിക്കുന്നത്? തോമസ്, CWC നടത്തിയ കൗൺസിലിംഗിൽ ഈ കുട്ടി ആ കാര്യങ്ങളൊന്നും തന്നെ പറഞ്ഞില്ല എന്നുള്ളതാണ് ഏറ്റവും ശ്രദ്ധേയം. അതായത് തുടക്കഘട്ടത്തിൽ, അതായത് ഈ കേസിലെ തുടക്കഘട്ടത്തിൽ ഈ പെൺകുട്ടി പോലീസിനോട് പിടിക്കപ്പെട്ടപ്പോൾ പറഞ്ഞത് തന്റെ മുത്തശ്ശൻ അങ്ങനെ കൊല ചെയ്യപ്പെട്ടിട്ടുണ്ടെങ്കിൽ തന്നോട് മോശമായി പെരുമാറിയ സാഹചര്യം പിതാവ് അറിഞ്ഞിട്ടുണ്ടാകും. അതിന്റെ അടിസ്ഥാനത്തിലായിരിക്കും ഒരു പക്ഷേ ഒരു ശത്രുത ഉണ്ടാവാനുള്ള സാധ്യത ഉണ്ട് എന്നുള്ള രീതിയിൽ അന്വേഷണ സംഘത്തോട് ഈ പെൺകുട്ടി വിവരങ്ങൾ പങ്കുവച്ചിരുന്നു. അതായത് തുടക്കത്തിൽ അന്വേഷണ സംഘത്തിന് പോലും ഈ കുട്ടി പറയുന്ന വിഷയങ്ങളെ വിശ്വാസത്തിലെടുത്ത് ആ രീതിയിൽ ഒരു അന്വേഷണത്തിലേക്ക് അവർക്ക് പോകേണ്ടതായി വന്നു എന്നുള്ളതാണ്. അപ്പോ വളരെ വിശ്വസനീയമായ രീതിയിലാണ് ഓരോ കാര്യങ്ങൾ പറഞ്ഞ് ഫലിപ്പിക്കുന്നത് എന്നുള്ളത് തുടക്കം മുതൽ തന്നെ പോലീസ് പറഞ്ഞിരുന്നു. അത് കളവാണെന്ന് കുട്ടിയുടെ മുന്നിൽ തെളിവ് സഹിതം നിരത്തുമ്പോൾ തന്നെ ഈ കുട്ടി അതിൽ യാതൊരു ഭാവഭേദവും ഇല്ലാതെ തുടരുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഇപ്പോ ഇതിൽ കൊല്ലപ്പെട്ടയാൾ മോശമായി പെരുമാറി എന്നുള്ള ഒരു വാദം കുട്ടിയുടെ ഭാഗത്തു നിന്ന് ഉണ്ടായിരുന്നു. എന്നാൽ CWCയുടെ കൗൺസിലിംഗിൽ ഒരു ഘട്ടത്തിലും കുട്ടി അത്തരത്തിലൊരു അബ്യൂസിന് ഇരയായിട്ടുണ്ട് എന്നുള്ള കാര്യത്തെ സംബന്ധിച്ച് പറഞ്ഞില്ല എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ടതാണ്. കാരണം അത് ഈ അന്വേഷണത്തെ വഴിതിരിച്ചു വിടാനുള്ള ഒരു നീക്കത്തിന്റെ ഭാഗമായി സംഭവിച്ചതാണ് എന്ന വിലയിരുത്തലിലേക്കാണ് ഇപ്പോൾ അന്വേഷണ സംഘം നീങ്ങിക്കൊണ്ടിരിക്കുന്നത്. ഇതിൽ പിടിക്കപ്പെട്ട ഓരോ ഘട്ടത്തിലും ഒന്നല്ലെങ്കിൽ മറ്റൊരു വഴിയിലേക്ക് കാര്യങ്ങൾ പറഞ്ഞ് അതിനെ ഡൈവേർട്ട് ചെയ്യണം എന്നുള്ള ഒരു തീരുമാനം ഇവർക്ക് എല്ലാവർക്കും ഉണ്ടായിരുന്നു എന്നുള്ളതാണ്. ഇവര് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമെന്ന് പറയുന്നത് ഇവർ തമ്മിലുള്ള സംഭാഷണങ്ങളിൽ ഇവർ ചെയ്യുന്ന ക്രൈം, അതായത് ജുവനൈൽ ആയതുകൊണ്ട് തന്നെ ഇവർക്ക് എത്രമാത്രം ശിക്ഷ കിട്ടും എന്നതിനെ സംബന്ധിച്ച് പോലും ഇവർ തമ്മിൽ ഡിസ്കഷൻ ഉണ്ടായിട്ടുണ്ട് എന്നുള്ളതാണ് പോലീസ് പറയുന്നത്. അപ്പോൾ അത്രമാത്രം പ്രിപ്പയർഡായി ഇത്തരം ഒരു കേസിലേക്ക് ഇൻവോൾവ് ആയാൽ നിയമപരമായി തങ്ങളെ അത് എത്രമാത്രം ബാധിക്കും എന്നതിനെ സംബന്ധിച്ച് പോലും ഈ കുട്ടികൾ കൃത്യമായി ചർച്ച നടത്തിയിട്ടാണ് ഇങ്ങനെ ഒരു ക്രൈമിലേക്ക് പോയിരിക്കുന്നത് എന്നുള്ള ഒരു ബോധ്യമാണ് എല്ലാവർക്കും ഉണ്ടാകുന്നത്. ഇപ്പോൾ ഈ കുട്ടി ഉള്ളത് കോഴിക്കോടാണ്. കോഴിക്കോട് ഹോമിലാണ് ഉള്ളത്. ഈ ആൺകുട്ടികളുള്ളത് ചേർത്തല മായിത്തറയിലെ ചിൽഡ്രൻസ് ഹോമിലാണ് അവരെ പാർപ്പിച്ചിരിക്കുന്നത്. അപ്പൊ ഇനി ഇതിനകത്ത് വേറെ എന്തുകൊണ്ടാണ് ഇങ്ങനെ ഒരു സങ്കീർണമായ മാനസികാവസ്ഥ കാര്യങ്ങളിലേക്ക് വരുന്ന ഉൾപ്പെടെയുള്ള കാര്യങ്ങളൊക്കെ പോലീസിന് പരിശോധിക്കേണ്ടതുണ്ട്. ഇതൊരു വെറും ഒരു കുറ്റകൃത്യമായിട്ട് മാത്രം കണക്കാക്കാൻ കഴിയില്ല. ഒരുപക്ഷെ എനിക്ക് തോന്നുന്നു ഇന്ത്യയിൽ തന്നെ ഇങ്ങനെ ഒരു കേസ് വളരെ റെയർ ആയിട്ടുള്ള ഒരു കേസാണ് എന്നുള്ളതാണ്. കാരണം കൗമാരക്കാരായ ആളുകൾ തന്നെ, കുട്ടികളാണ് ആസൂത്രണം നടത്തിയിരിക്കുന്നത്, കുട്ടികളാണ് അത് ഇംപ്ലിമെന്റ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ നടത്തിയതും ആസൂത്രണവും എല്ലാം മുതിർന്നവരുടെ ഒന്നും സഹായമില്ലാതെ കുട്ടികൾ ചെയ്തു വന്ന ഒരു കേസ്, അത് ഒരുപക്ഷെ ഇന്ത്യയിൽ തന്നെ അത് അപൂർവമായ ഒരു കേസാണെന്ന് തന്നെ കരുവാറ്റയിലെ കേസ് പറയാം. അതും 13-കാരിയാണ് ഈ ഒരു ആസൂത്രണത്തിന്റെ ഏറ്റവും തലപ്പത്ത് നിന്നത് എന്ന് പറയുമ്പോഴാണ് ഇത് ഞെട്ടിക്കുന്ന ഒരു കേസായി നമ്മളുടെ എല്ലാവരുടെയും മുന്നിൽ മാറുകയും ചെയ്തിട്ടുള്ളത്. ഇപ്പോഴും ഈ സംഭവവുമായി ബന്ധപ്പെട്ട് ഇനി പോലീസ് സ്ഥിരീകരിക്കുന്നത് ഇവരെത്രമാത്രം ഒരു മെന്റൽ സ്ട്രെങ്ത്തിലൂടെയാണ് ഇത് ചെയ്തതെന്നുള്ളത് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ, അല്ലെങ്കിൽ ഒരു കുറ്റവാസന ഇവർക്കുള്ളിൽ ഉണ്ടോ എന്നൊക്കെ. കുട്ടികളായതുകൊണ്ട് തന്നെ പല പരിമിതിയും പോലീസിനുണ്ട്. അതുകൊണ്ട് തന്നെ അത്തരം കാര്യങ്ങളൊക്കെ ഒരു ഓതന്റിക് ആയ ഒരു പരിശോധന അവർക്ക് ആവശ്യമുണ്ട് എന്നുള്ളതാണ്. അപ്പോ ഇനി ഇവർ പറയുന്നത് ഇപ്പോൾ ചൈൽഡ് വെൽഫെയർ, തീർച്ചയായും അത്തരം ചില ഒരു ക്രിമിനൽ മനോഭാവം ഈ പെൺകുട്ടിക്ക് ഉണ്ട് എന്നതിൻ്റെ വ്യക്തമായ തെളിവുകളല്ലേ നേരത്തെ പുറത്തു വന്ന ഓരോ വിവരങ്ങളും. അതായത് വീട്ടിൽ മോഷ്ടശ്രമം നടത്തി, അത് ഈ പറയുന്ന ബന്ധുവായിട്ടുള്ള ഈ ശിവൻകുട്ടി
അത് തിരിച്ചറിയുന്നു, പിടിക്കുന്നു, അതിൻ്റെ വിരോധമുണ്ടാകുന്നു. മാത്രമല്ല ഇവരുടെ പല വഴിവിട്ട സൗഹൃദങ്ങൾ, ഈ പെൺകുട്ടിയുടെ സൗഹൃദങ്ങൾ, അതോടൊപ്പം ലഹരി ഉപയോഗം ഉണ്ടായിരുന്നു എന്ന രീതിയിലുള്ള ചില സംശയങ്ങളും അത്തരം ചില കഥകളും ഒക്കെ കേട്ടിരുന്നല്ലോ. അക്കാര്യത്തിലൊരു വസ്തുത എന്താണ്? പോലീസ് ഇതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ സ്ഥിരീകരിക്കുന്നുണ്ടോ? ടോമെ, അത് ലഹരി ഉപയോഗത്തെ സംബന്ധിച്ച് ഈ കുട്ടികളെല്ലാം തന്നെ പോലീസിനോട് അഡ്മിറ്റ് ചെയ്തിട്ടുണ്ട് എന്നുള്ളതാണ്. അതായത് അവർ കൺഫസ് ചെയ്തിട്ടുണ്ട് അവർ അത് ഉപയോഗിക്കുന്നുണ്ട് എന്നുള്ള കാര്യം. ആൺകുട്ടികളെ സിന്തറ്റിക് ഡ്രഗ്സ് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ ഉപയോഗിക്കുന്നുണ്ട്. അതോടൊപ്പം തന്നെ പെൺകുട്ടി മദ്യവും അതുപോലെ കഞ്ചാവ് ഉൾപ്പെടെയുള്ള ലഹരി പദാർത്ഥങ്ങൾ ഉപയോഗിച്ചിട്ടുണ്ട്. അതോടൊപ്പം തന്നെ രാസലഹരിയിലേക്കും പോയിട്ടുണ്ടെന്ന് തന്നെയാണ് പോലീസ് കരുതുന്നത്. അപ്പോൾ ആ രീതിയിലുള്ള ഒരു 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 ഗ്രൂപ്പായിട്ട് ഇവർ മാറിയിട്ടുണ്ട് എന്നുള്ളതാണ്. ഇവർ പറവൂർ തൊട്ട്, കൊല്ലം പറവൂരായിരുന്നല്ലോ ഇവർ ആദ്യം താമസിക്കുന്നത്. അവിടെ തൊട്ടുള്ള ഒരു സൗഹൃദമാണ്. അവിടെ നിന്ന് പിന്നീട് ഇപ്പോൾ ഈ പിടിക്കപ്പെട്ടിരിക്കുന്ന 17 വയസ്സിൽ ഒരാളായ 17 വയസ്സുകാരൻ മോഷണ ശ്രമങ്ങളിലൊക്കെ പിടിക്കപ്പെട്ടിട്ടുള്ള ഒരാൾ കൂടിയാണ്. അപ്പോൾ ഇവരിപ്പോ ഇതിൽ ഒന്ന് രണ്ട് പേർ ഇപ്പോഴേ നേരത്തെ തന്നെ ക്രൈം ചെയ്ത് തുടങ്ങിയ ആളുകളാണ് എന്നുള്ളതാണ്. പലരും 10ാം ക്ലാസ്സും +1 കഴിഞ്ഞ് വിദ്യാഭ്യാസം ഉപേക്ഷിച്ച് നിൽക്കുന്ന കുട്ടികളാണ്. അപ്പോൾ ഈ രീതിയിൽ അവർ സംഘടിതമായ ഒരു ഗ്രൂപ്പായി ചേർന്നിട്ടാണ് ഇത്തരം ഒരു പ്ലാനിങ്ങും അതുപോലെ അത് നടപ്പാക്കുകയും ചെയ്തിട്ടുള്ളത്. അതിൽ ഇനി ഇവരെ ഒരു ക്ലിനിക്കൽ സൈക്കോളജിസ്റ്റിന്റെ കൂടി സഹായത്തോടെ വിശകലനം ചെയ്യണമെന്നുള്ളതാണ് പോലീസ് പറയുന്നത്. അത്തരത്തിലൊരു ബോർഡ് രൂപീകരിച്ച് ആ ബോർഡിന് മുന്നിലേക്ക് കുട്ടികളെ കൊണ്ടുവരേണ്ടതുണ്ട്. കാരണം ഇപ്പോൾ നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ ഡൽഹി ക്രൈം അടക്കമുള്ള കേസുകൾ ഉള്ളതിൽ ഏറ്റവും ക്രൂരമായി ആ കുട്ടിയെ ഉപദ്രവിച്ചത് അന്നൊരു 17 വയസ്സുകാരായിരുന്നു. അപ്പൊ ആ കേസിൽ അങ്ങനത്തെ ഒരു മാനസികാവസ്ഥയിലേക്ക് ഇവർക്ക് പോകേണ്ടതുണ്ടോ എന്ന്, അല്ലെങ്കിൽ ഇവരെ വിചാരണ ചെയ്യുന്നത് മുതിർന്നവരെ വിചാരണ ചെയ്യുന്ന അതേ രീതിയിൽ ഇവരുടെ ഈ കുറ്റകൃത്യത്തിന്റെ ആഴം പരിഗണിച്ച് ചെയ്യണമെന്നുള്ള രീതിയിൽ പോലീസ് റിപ്പോർട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പൊ അതിനെയൊക്കെ അവർക്ക് കുറച്ചുകൂടി അങ്ങനെ ഒരു കൺക്ലൂഷനിലേക്ക് എത്തണമെങ്കിൽ ഇത്തരം ഒരു ഓതന്റിക് ആയിട്ടുള്ള സംവിധാനത്തിന്റെ കൂടി സപ്പോർട്ട് അവർക്ക് ആവശ്യമുണ്ട്. എന്തായാലും ഈ ചോദ്യം ചെയ്ത ഘട്ടത്തിൽ തുടക്കം മുതൽ തന്നെ എല്ലാവരും പറയുന്ന ഒരു കാര്യം എന്ന് പറയുന്നത് ഈ കുട്ടികൾക്ക് ആർക്കും തന്നെ അവർ ചെയ്തതിനെ കുറിച്ച് ഒരു അല്പം പോലും കുറ്റബോധമില്ല എന്നുള്ളതാണ്. അവർ വളരെ നിസ്സാരവൽക്കരിച്ചാണ് ഒരു കൊലപാതകം എന്ന കാര്യത്തെക്കുറിച്ച് പറയുന്നത്. അത് എങ്ങനെയാ ഇതൊരു ജുവനൈലായ തങ്ങളെ എത്രമാത്രം തങ്ങളെ എഫക്ട് ചെയ്യും എന്നതിനെ സംബന്ധിച്ച് പോലും ഇവരൊക്കെ തമ്മിൽ പരസ്പരം ഡിസ്കഷൻ വരെ ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ വളരെ പ്രീ പ്ലാൻഡ് ആയിട്ട് ചെയ്ത ദിവസങ്ങൾ നീണ്ട ആസൂത്രണത്തിനൊടുവിലാണ് ഇങ്ങനെ ഒരു കൊലപാതകത്തിലേക്ക് എത്തിയത്. അതുകൊണ്ട് തന്നെ ഇത് വളരെ നിസ്സാരമായി പോലീസിന് തള്ളിക്കളയാൻ കഴിയില്ല. മറ്റു ഇവർക്ക് ലഹരി ഉൾപ്പെടെ ലഭ്യമായതിന്റെ വഴികൾ കണ്ടെത്തേണ്ടതുണ്ട്. അതൊക്കെ മറ്റ് അബ്യൂസുകൾ ഉണ്ടായിട്ടുണ്ടോ, പെൺകുട്ടിയുടെ നേരെ ഉണ്ടായിട്ടുണ്ടോ എന്നൊക്കെ പരിശോധിക്കേണ്ടതുണ്ട്. അപ്പോൾ അത്തരം കാര്യങ്ങളൊക്കെ പോലീസ് ഇനിയിപ്പോ ശനിയാഴ്ച വരെ കസ്റ്റഡിയിൽ കിട്ടും. അതായത് നാളെ ഇവരെ കസ്റ്റഡിയിൽ കിട്ടും. അത് കഴിഞ്ഞ കസ്റ്റഡി അപേക്ഷ നാളെ പരിഗണിക്കുന്നുണ്ട്. നാളെ കസ്റ്റഡിയിൽ കിട്ടിയാൽ കൂടുതൽ വിവരങ്ങൾ കൂടി ഇതിൽ നിന്ന് എടുക്കേണ്ടതുണ്ട് എന്നുള്ളതാണ്. കാരണം ഇതൊരു തികച്ചും വ്യത്യസ്തമായ ഒരു കേസാണ്. പ്രത്യേകിച്ച് നമ്മുടെ നീതിന്യായ വ്യവസ്ഥയിൽ തന്നെ ഒരു വളരെ ശ്രദ്ധിക്കപ്പെട്ട ഒരു കേസായിട്ട് മാറും. കാരണം നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ എല്ലാവരും കുട്ടികളാണ്. കുട്ടികൾ തന്നെ ഇത്തരത്തിലൊരു കൃത്യത്തിലേക്ക് കടന്നു എന്നുള്ളത് തന്നെയാണ് അതിന്റെ ഒരു പ്രത്യേകത. എന്തായാലും ആലപ്പുഴയിലെ അന്വേഷണ സംഘം അതിനെ ആ രീതിയിൽ തന്നെ ഗൗരവത്തോടെ കാണുന്നുണ്ട്. ടോം, യെസ്, വ്യക്തമാണ്. ശരണ്യ സ്നേഹജനാണ് വിവരങ്ങൾ നൽകിയത്. ഈ പെൺകുട്ടിയെ 13-കാരിയെ ഇപ്പോൾ CWC കൗൺസിലിങ്ങിന് വിധേയമാക്കിയിരിക്കുകയാണ്. ഈ ബന്ധുവായ ശിവൻകുട്ടി തന്നോട് മോശമായി പെരുമാറിയെന്ന പെൺകുട്ടി പോലീസ് നൽകിയ മൊഴി പക്ഷേ കൗൺസിലിങ്ങിൽ അവർ പറഞ്ഞിട്ടില്ല. അതായത് നേരത്തെ പോലീസിനോട് പറഞ്ഞ കാര്യങ്ങളെല്ലാം പച്ചക്കള്ളമായിരുന്നുവെന്നാണ് പുറത്തു വരുന്ന വിവരങ്ങൾ. നമുക്ക് ഈ ഒരു വാർത്ത കേട്ടപ്പോൾ അത് പക്ഷേ ലോകത്തുള്ള ഓരോ മറ്റ് ലോകരാജ്യങ്ങളിലെ ഈ 13 വയസ്സുള്ള കുട്ടികൾ പോലും ഇങ്ങനെ ചിന്തിക്കുമോ എന്ന് നമ്മൾ അത്ഭുതപ്പെടുന്നുണ്ട്. കാരണം ഈ അടുത്തിടെ എറണാകുളം ആലുവയിൽ ഒരു 12 വയസ്സുകാരൻ 10 വയസ്സുള്ള തൻ്റെ സ്വന്തം സഹോദരിക്ക് ലഹരി നൽകി എന്ന് കേട്ടപ്പോൾ നമ്മൾ അമ്പരന്ന് പോയതാണ്. കാരണം ആ പ്രായത്തിലുള്ള കുട്ടികൾക്ക് ഇങ്ങനെയൊക്കെ ചിന്തിക്കാൻ കഴിയുമോ എന്ന്. പക്ഷേ അതിനുശേഷം കേരളത്തിലെ പലയിടങ്ങളിൽ നിന്നും സമാനമായ രീതിയിലുള്ള 15 വയസ്സുകാരൻ 10ാം ക്ലാസ്സുകാരായ വിദ്യാർത്ഥികൾ സഹപാഠികളെ ക്രൂരമായി കൊലപ്പെടുത്തിയ സംഭവങ്ങൾ പോലും നമ്മൾ കേട്ടു. അത്രയ്ക്കും അപകടം പിടിച്ചൊരു അവസ്ഥയിലേക്ക് കേരളം മാറിക്കൊണ്ടിരിക്കുകയാണ്. ഈ കുട്ടികളെ മാത്രം ഇതിൽ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല. അവരുടെ കുടുംബ സാഹചര്യം, സാമൂഹ്യ അവസ്ഥ, ഇതൊക്കെ ഇവരെ ഈ രീതിയിലേക്ക് അവരുടെ മനോഭാവം മാറുന്നതിലൊരു കാരണമായിട്ടുണ്ട്.
കൂടുതൽ വാർത്തകൾക്ക് ന്യൂസ് 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.